വിവാദ സിനിമ ദ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രദർശനം നിർത്തിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രചാരണ നീക്കത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി എ റഹീം പറഞ്ഞു. ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പിൻവലിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിൽ പറയുന്നത്? എന്താണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം? വേണു, വിവാദമായ കേരള സ്റ്റോറി ഇന്ന് രാത്രി 8 മണിക്കാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉണ്ടായത്. പ്രതിപക്ഷം ഒപ്പം LDF അടക്കം ഒന്നിച്ച ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടായിരുന്നു കൈക്കൊണ്ടത്. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം സംഘപരിവാറിന്റെയും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് ഈ പ്രദർശനം എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം കുറ്റപ്പെടുത്തിയത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ഒരു ടൂളായി ദൂരദർശനെ ഉപയോഗിക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമെന്നാണ് പറഞ്ഞ കാര്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ദൂരദർശനെ ഉപയോഗിച്ച ഈ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി നടത്തുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അടക്കം കുറ്റപ്പെടുത്തുന്ന കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം ഈ പ്രദർശനത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇന്ന് ഈ ദൂരദർശൻ കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് അല്പസമയത്തിനകം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തും. ഈ അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധം ഈ കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തീരുമാനം, ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇത്തരത്തിലൊരു നടപടിയെ കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷവും ഒപ്പം സർക്കാരും ഇടതുമുന്നണിയും അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും വൈകിട്ട് ഇന്ന് സംപ്രേഷണം നടത്തുമെന്ന തീരുമാനത്തിൽ ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇടത് വലത് മുന്നണികൾ ഈ ദൂരദർശനിൽ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിനെ ഒരുപോലെ എതിർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണു, എം.ജി. പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.